എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളിന്ന് തമിഴ് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വാർത്തകളാണ് നോക്കാൻ പോകുന്നത്. ചിയാൻ വിക്രമിൻ്റെ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ എന്നെ കുറച്ച് പേര് വിമർശിച്ചിരുന്നു. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ റിവ്യൂ ഇട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ ഞാൻ ഈ സിനിമ ഇറങ്ങിയെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത്. എനിക്കിതിൻ്റെ കഥ നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ, അതുകൂടാതെ വിജയ് ആൻഡ് ശിവകാർത്തികേയൻ തമ്മിലുള്ളൊരു ക്ലാഷ് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ തന്നെ ഇടപെട്ടിട്ട് ഏകദേശം കാര്യങ്ങൾ തീർപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെയുള്ള ക്ലാഷ് തൽക്കാലം ഒഴിവാക്കി നിർത്താൻ വേണ്ട സംവിധാനങ്ങൾ നമ്മൾ വേണ്ട കൂട്ടിപ്പെട്ട ആളുകളായിട്ട് ആലോചിച്ചിട്ട്, വേണ്ടപ്പെട്ടവരായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഉടനെ അറിയണമെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് സിനിമ ലോകമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ അറിയണമെന്ന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. ഞാൻ ഈ ചാനലിൽ അതാത് വിഷയങ്ങൾ, അതാത് കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇടപെട്ട വിഷയങ്ങളൊക്കെ തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നലെ ഞാൻ ഈ ചിയാൻ വിക്രമിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വോയിസ് നോട്ട് ഇട്ടിരുന്നു. സിനിമ വിജയിക്കും, അല്ലെങ്കിൽ സിനിമയുടെ സ്റ്റോറി നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, സിനിമ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സിനിമ ഈ മാറിപ്പോയ വിഷയം ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ ഇതൊക്കെ ഒരുവിധം സംസാരിച്ച് സോൾവ് ആക്കി വെച്ചതായിരുന്നു. ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, ഈ കേസ് കൊടുത്ത ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒക്കെ സംസാരിച്ച് ഇനി ഇതിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട. കാരണം ചിയാൻ വിക്രമിൻ്റെ സിനിമകൾ ഇറങ്ങുന്നത് മുഴുവൻ പൊട്ടിപ്പോകുന്നു, ചില സിനിമകൾ പെട്ടിയിലിരിക്കുന്നു. അപ്പോൾ അംഗീകരിക്കുന്നതിൽ വലിയ ദുഃഖമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും, കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ അത്തരത്തിൽ മൂപ്പരെ വിഷമിപ്പിക്കാൻ പറ്റില്ല, ഇതിനെന്താ വേണ്ട പരിഹാരം ഞാൻ ഏർപ്പാടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരടുത്ത് സമ്മതിച്ച് ഓക്കെ ആക്കി. അവരും ഓക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഈ സിനിമ ഇറക്കാൻ തീരുമാനിക്കുന്നത്. ഇവർ തമിഴ്നാട്ടിലോ കേരളത്തിലോ അല്ലെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നതുപോലെ ഇടപെടും, വക്കീലിന് കാശ് കൊടുത്തിട്ട് നമ്മളെങ്ങനെ ചോദ്യം കേസ് നൂരെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർ ഡൽഹി കൊണ്ട് കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചിട്ട്, ഞാനത് പ്രതീക്ഷിച്ചില്ലല്ലോ. നമ്മളത് പ്രതീക്ഷിക്കില്ലല്ലോ ഡൽഹി പോയിട്ട് കേസ് കൊടുക്കണം. എന്തായാലും കോടതി നമുക്ക് ഇടപെടാൻ സമയം കിട്ടുന്നതിന് മുമ്പ് അവർ സ്റ്റേ വാങ്ങിച്ചു. അങ്ങനെ റിലീസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് രാവിലത്തെ ഷോയും ഉച്ചക്കലത്തെ ഷോയും മുടങ്ങി പോകുന്നത്. അപ്പോൾ ഞാൻ ഇത് കണക്ക് കൂട്ടാണ്ട്, നമ്മൾ നേരത്തെ നമുക്ക് കഥയൊക്കെ അറിയാവുന്നതാണ്, പിന്നീട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ റിവ്യൂ ഇടുകയും ചെയ്യും. അപ്പോൾ അതിന് ശേഷമാണ് കുറേ അമ്മമാർ വിളിച്ചിട്ട് സിനിമ ഇറങ്ങിയിട്ടില്ലല്ലോ, ഇങ്ങനെ റിവ്യൂ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞത്. സിനിമ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് കഥ അറിയാവുന്നുണ്ട്. എന്തായാലും പോയി, തെറ്റിപ്പറ്റി പോയി. നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ചിയാൻ വിക്രമിനെ വിളിച്ചിരുന്നു. ഞാൻ ഇന്നലെ ഉച്ചയാകുമ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് ഭയങ്കര ടെൻഷനിൽ, സിനിമ ഇറക്കാൻ പോകുന്നില്ല കണക്കാന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട, നമ്മുടെ ആളുകൾ ഉടനെ തന്നെ അയച്ചിട്ടുണ്ട്, അവിടെ വേണ്ടത് ചെയ്യാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. വിക്രമനെ വിഷമിക്കണ്ട. എന്തായാലും ഈ സിനിമ നമ്മളൊക്കെ കണ്ടതാണ്. എന്തായാലും അടിപൊളി സിനിമയാണ്. നിങ്ങൾ അതിലൊന്നും കളരണ്ട. അല്ലെങ്കിൽ നാളെ ആയാലും സിനിമ ഇറങ്ങും. അതല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ അതിൽ അടുത്ത ഷോയ്ക്ക് തന്നെ ഏർപ്പാട് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മൂപ്പർ സമാധാനിപ്പിച്ചു. മൂപ്പർക്കും 100% കോൺഫിഡൻ്റുള്ള സിനിമയായിരുന്നു. മൂപ്പർക്ക് അതിനെക്കുറിച്ച് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും മൂപ്പർക്ക് വിഷമം അടക്കാൻ പറ്റുന്നില്ല. കാര്യം ഇയാൾ സേതു സിനിമ ഇറങ്ങുന്നവരെ അനുഭവിച്ച ടെൻഷൻസ്, അയാൾ അനുഭവിച്ച കഷ്ടതകൾ, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് മൂപ്പർ ഒരുപാട് സങ്കടം പറഞ്ഞു. അതെല്ലാം കടന്നു വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കിതൊന്നും വിഷയമല്ല. എന്നാലും എനിക്ക് ഈ സിനിമ ഇറങ്ങിയില്ല, അല്ലെങ്കിൽ എൻ്റെ സിനിമ പെട്ടിയിൽ കിടക്കുന്നു. ഒരെണ്ണം നല്ല സിനിമ, മാത്രം ഗൗതം മേനോൻ്റെ സിനിമയാണത്. അത് നല്ല സിനിമയാണ്, നല്ല സ്ക്രിപ്റ്റാണ്. അതിൽ ചില ഇഷ്യൂസ് കാരണം അതങ്ങനെ മുടങ്ങി കിടക്കുന്നു. ഇനിയിപ്പോൾ അതുപോലെ ആവുമോ ഇല്ലെന്ന് വിചാരിച്ചു. മാത്രമല്ല, കുറേ കാലം ഇറങ്ങിയ സിനിമകളൊന്നും നേരെ ക്ലച്ച് പിടിക്കുന്നില്ല, സക്സസ് ആവുന്നില്ല എന്നുള്ള വിഷമമൊക്കെ പറഞ്ഞു മൂപ്പര്. അപ്പോൾ ആ വിഷമമൊക്കെ മാറ്റുന്ന സിനിമയായിരിക്കും ഈ സിനിമ എന്ന് മൂപ്പർക്കും കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്കും വിശ്വാസമുണ്ട്.
അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിച്ചു. അതിനുശേഷം സിനിമ ഇറങ്ങി വൈകുന്നേരത്തോടെ ഒന്ന് വിളിച്ച് ഞാൻ. അപ്പോൾ മൂപ്പര് കുട്ടീനെ പോലെ ഒരു കുട്ടി ഒരു കളിപ്പാട്ടം, പുതിയൊരു കളിപ്പാട്ടം കിട്ടിയാൽ എത്ര സന്തോഷമായിരിക്കും, അതുപോലെ തുള്ളി ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെ വിക്രമണ്ണൻ. അത്രയ്ക്ക് സന്തോഷം നടക്കാൻ പറ്റുന്നില്ല മൂപ്പർക്ക്. അപ്പോൾ ആ സന്തോഷം മുഴുവൻ ഷെയർ ചെയ്ത് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ഒന്ന് അടിച്ച് പൊളിക്കണം, ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ തല കൊടുക്കുന്ന ആളല്ല. അപ്പോൾ നിങ്ങൾ തന്നെ ആഘോഷിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവർ അത് ഫാമിലിയോടെയും സിനിമ ക്രൂവോടൊക്കെയുള്ള വേണ്ട ആഘോഷങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഫോട്ടോയ്ക്കോ കാര്യങ്ങൾക്കോ ഒന്നും പബ്ലിസിറ്റി ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്ന ആളല്ല. അപ്പോൾ അങ്ങനെ അതിന് ഒരുവിധം വൈകുന്നേരം ആകുമ്പോഴേക്കും സോൾവ് ചെയ്ത് പടം ഇറക്കി പടത്തിന് വിജയിപ്പിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സന്തോഷമാണെന്ന് തന്നെ അതാണല്ലോ നമുക്ക് വലിയ കാര്യം. അപ്പോൾ അത് അങ്ങനെ സോൾവ് ആക്കി. അതിൻ്റെ ഇടയ്ക്ക് 2-3 ദിവസമായിട്ട് ഈ വിജയും ശിവകാർത്തികനും കൂടെ ഉള്ളൊരു പ്രശ്നം. അപ്പോൾ അത് നമ്മുടെ മുമ്പിലേക്ക് വന്നു. അപ്പോൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ സ്റ്റാലിനെ വിളിച്ചപ്പോൾ സ്റ്റാലിൻ പറഞ്ഞു, ഇല്ല അത് എൻ്റെ കയ്യിലല്ല, അത് മകനാണ് ആ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നോക്കുന്നത്, എനിക്ക് വേറെ കുറേ വിഷയങ്ങളുണ്ട്, നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഉദയനിധി ചെക്കനാണ് മകനാണ് കാര്യങ്ങളൊക്കെ നോക്കണം, നിങ്ങൾ എന്തായാലും മകനെ വിളിക്കൂ എന്ന് പറഞ്ഞു. അവനെ വിളിച്ചിട്ട് ശരിയായില്ലെങ്കിൽ തിരിച്ച് ഞാൻ വൈകുന്നേരത്തോടെ നിങ്ങൾ വിളിച്ചിട്ട് ഞാനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം എന്നിട്ട് ചെക്കനെ വിളിച്ചിട്ട് ചെക്കൻ കട്ടക്കടിച്ചില്ല. അത് ശരിയാവില്ല. നമ്മളിവിടെ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മളടുത്ത മുഖ്യമന്ത്രി ആകാമെന്നൊക്കെ വിചാരിച്ച് നടക്കുമ്പോൾ ഈ വിജയണ്ണൻ ഇങ്ങനെ ചെയ്യാൻ പാടുമോ? പുതിയ പാർട്ടിയൊക്കെ പാർട്ടി തുടങ്ങിയ കുഴപ്പമില്ല, ഇയാൾ കേന്ദ്രത്തിനെതിരെ സംസാരിച്ചു, അല്ലെങ്കിൽ ആരും അറിയാതെ ADMK എതിരെ സംസാരിച്ച കുഴപ്പമില്ല. നമ്മൾക്കെതിരെ ഡയറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ആഴ്ച മുതൽ 1-2 ആഴ്ച മുമ്പ് മുതലാണ് തുടങ്ങിയത്. അതുവരെ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ കാര്യമല്ലേ, പക്ഷേ അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? സിനിമയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു ക്ലാഷ് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളതെങ്ങനെയെങ്കിലും അത് ഒഴിവാക്കി വിടണം പറഞ്ഞു. അപ്പം മൂപ്പര് പറയാം, സിനിമയും രാഷ്ട്രീയം ഇവിടെ തമിഴ്നാട്ടിൽ രണ്ടും രണ്ടല്ലാന്ന് കർണാടകന് അറിയാലോ. അപ്പോൾ അത് രണ്ടായിട്ട് കാണാൻ പറ്റില്ല. അത് മാത്രമല്ല ആ സിനിമ നല്ല പൊളിറ്റിക്കൽ പറയുന്ന സിനിമയാണ്, രാഷ്ട്രീയം പറയുന്ന സിനിമയാണ്. അത് ഞങ്ങളെ വിമർശിച്ചുകൊണ്ട് ഇറക്കിയ ഒരുപാട് ഡയലോഗുകൾ ഉണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എനിക്കറിയാമല്ലോ കാര്യങ്ങൾ. അതും ശരിയാണ്, അത് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. കാരണം നമുക്കൊരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അവസാനത്തെ സിനിമ, അപ്പോൾ രാഷ്ട്രീയത്തിന് വേണ്ട സംഗതികളൊക്കെ മൂപ്പർക്ക് വിജയിക്കാൻ വേണ്ട സംഗതികൾ കൊടുപ്പന്തങ്ങളൊക്കെ വെച്ചിട്ടായാലും എഴുതിയിട്ടുണ്ടാവും. അത് നിങ്ങളെ കാര്യമാക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ വലിയൊരു പാർട്ടിയാണ്, ഇതുപോലെ ഒരു ചീള് പാർട്ടിയാണ്, ചീള് കേസിന് നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? മൂപ്പർക്ക് ചീള് കേസായിട്ടല്ല വിജയനെ കണ്ടിട്ടുള്ളത്, മൂപ്പർക്ക് പേടിയുണ്ട്. കാരണം ഈ കുട്ടിപ്പട്ടാളം മുഴുവൻ ഇയാളുടെ കൂടെയാണ്. ഇതിപ്പോൾ ഒന്നും അടങ്ങിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോഴത്തെ ഈ അടക്കമൊന്നും കാണണ്ട, ഇലക്ഷനോടനുബന്ധിച്ച് അവരൊക്കെ തലപൊക്കും. അപ്പോൾ പണി കിട്ടാൻ പോകുന്നത് DMK-ക്കാണ്. അത് ഞങ്ങളുടെ തലയിൽ തന്നെ വരും. ഞങ്ങളതുകൊണ്ട് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഈ സിനിമ ഇറങ്ങിയ ഈ സിനിമ എങ്ങനെ ഞങ്ങൾക്ക് എതിരെ യൂസ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ ഞങ്ങളെ സൈഡിൽ നോക്കും. അവർ ഞങ്ങളെ തകർക്കാണ്. വിജയം എന്താ ചെയ്യുന്നത്? എന്നെ എൻ്റെ അപ്പനെയും പാർട്ടിനെയും തകർക്കാൻ വേണ്ടിയിട്ടല്ലേ നോക്കുന്നത്. അപ്പോൾ ഞാൻ അയാൾക്ക് എതിരെ പ്രവർത്തിക്കും. എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യും, അയാളെ കൊണ്ടാവുന്ന അയാൾ ചെയ്യട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചൂടായി, ഇത് ശരിയല്ല, കാരണം ഇത് നമ്മൾ എന്തായാലും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു ഭീഷണിപ്പെടുത്തി. അപ്പോൾ മൂപ്പര് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയൊരു കാര്യമൊന്നുമില്ല, ഞങ്ങളുടെ നിലനിൽപ്പാണ്, അതാണ് ഞങ്ങൾ തട്ടിക്കളഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഉറപ്പല്ലേ ചോദിച്ചു. അപ്പോൾ ഉറപ്പാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് കേൾക്കില്ലല്ലേ, ശരി. ഉടനെ കട്ട് ചെയ്തു. ഞാൻ ആലോചിച്ചു ഇതെന്തായാലും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, കാരണം 2 സിനിമകൾ വരുന്നുണ്ട്, രണ്ടും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്, പ്രത്യേകിച്ച് വിജയൻ.
വിജയണ്ണൻ വിളിച്ച് സങ്കടം പറഞ്ഞത് എന്തായാലും ശരിയാക്കി തരണം, എങ്ങനെയെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും ഇടപെട്ടിട്ട് എങ്ങനെയായാലും ശരിയാക്കി തരണം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് സങ്കടം പറഞ്ഞു. അപ്പം പിന്നെ എന്തായാലും ശരി, വിജയണ്ണൻ്റെ സങ്കടമല്ലേ, നമുക്കൊന്ന് ശരിയാക്കി കൊടുക്കാം വിചാരിച്ച് ഞാനുടനെ റഷ്യയിലേക്ക് വിളിച്ചു. നമ്മുടെ പുടിന് ഫോണെടുത്തു. നമ്മളെപ്പോൾ വിളിച്ചാലും മുപ്പര് ടകയെന്ന് ഫോൺ എടുക്കും. അപ്പോൾ എന്താ കാണാൻ പ്രശ്നം ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്റ്റാലിനായിട്ട് മുപ്പർക്ക് നല്ല ബന്ധമാണ്, റഷ്യയിലാണ് സ്റ്റാലിനുണ്ടായത്. അപ്പോൾ എൻ്റെ സ്റ്റാലിനുമായിട്ട് പ്രശ്നമില്ല. സ്റ്റാലിനുമായിട്ട് പ്രശ്നമൊന്നുമില്ല, സ്റ്റാലിൻ്റെ ചെക്കനാണ് പ്രശ്നം പറയണം. നമ്മൾ സ്റ്റാലിനെ വിളിച്ച് സംസാരിച്ചാലും മതി, അല്ലെങ്കിൽ ചെക്കൻ്റെ നമ്പർ തരാം ഞാൻ, വേണമെങ്കിൽ ചെക്കനെ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ വിജയിൻ്റെ സിനിമ നല്ല ആളാണ്, നല്ല ഡാൻസും പാട്ടും ഒക്കെയുള്ള സിനിമയാണ്. അപ്പോൾ അതിൽ കുറച്ച് പൊളിറ്റിക്സും മൂപ്പര് രാഷ്ട്രീയത്തിലേക്ക് വരണം, മുഖ്യമന്ത്രിയാകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആഗ്രഹം. അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ മൂപ്പര് പാർട്ടിയൊക്കെ തുടങ്ങിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അയാൾ സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട്, പൊങ്കലിലാണ്, പൊങ്കൽ 9-ാം തീയതി തീരുമാനിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ശിവകാർത്തികേയൻ പറയുന്നൊരു പയ്യനുണ്ട്, അവന് ഈ ഗോട്ട് പറഞ്ഞൊരു സിനിമ നേരത്തെ ഇറങ്ങി, നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ? അപ്പോൾ അയാൾ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയിൽ തോക്ക് കൊടുക്കണ ചെക്കനല്ലേ, തോക്ക് വാങ്ങിക്കുന്ന ചെക്കൻ, അവനാണ് ഈ ശിവകാർത്തികൻ. അത് ശരി. അപ്പോൾ അവൻ വിജയൻ്റെ ആളാണല്ലോ പറഞ്ഞു. അപ്പോൾ വിജയൻ്റെ ആളൊക്കെ തന്നെ, പക്ഷേ അവൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞാൻ ആ ശിവകാർത്തികനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ശിവകാർത്തികൻ പറഞ്ഞു, എൻ്റെ കയ്യിലല്ല കണ്ണാട്ടാ, അത് കളി വേറെ ലെവലിലാണ്, അപ്പോൾ നിങ്ങൾ വേണ്ട രീതിക്ക് അവിടെ ഇടപെട്ടാലേ നടക്കുകയുള്ളൂ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ചെക്കനെ വിളിക്കുന്നത്, സ്റ്റാലിൻ്റെ മകനെ. അപ്പോൾ അവൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ സ്റ്റാലിനെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് സംസാരിച്ച് ഒന്ന് ഡീലാക്കിയിട്ട് ഒരാഴ്ച അങ്ങോട്ടും ഒന്ന് മാറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പോയി. എന്തായാലും വിജയൻ്റെ സിനിമ 9-ാം തീയതി ഉറപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് മാറ്റാൻ പറ്റില്ല, നമുക്ക് പറയണതിന് എടുക്കാതിരിക്കും, കാരണം ഞങ്ങൾ അത്ര ഡീപ്പായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ നിങ്ങൾ ശിവകാർത്തികേയൻ്റെ സിനിമ, നിങ്ങൾ ചെറിയ ചെക്കനല്ലേ, അത് മോശമൊന്നും വരാനില്ല. അപ്പോൾ നിങ്ങൾ ഒരാഴ്ച തള്ളി വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ശരി, ഞാൻ വിളിക്കുന്നു. ഞാൻ എന്തായാലും ട്രംപിനെ ഒന്ന് വിളിച്ചിട്ടൊന്ന് ആലോചിക്കട്ടെ. സ്റ്റാലിനെ വിളിക്കുന്നതിന് മുമ്പ് ട്രംപിനെ ഒന്ന് വിളിച്ചിട്ട്, അഥവാ സ്റ്റാലിനെ വിളിച്ചിട്ട് കേട്ടില്ലെങ്കിൽ വേണ്ട നടപടികൾ എന്തായാലും സ്വീകരിക്കണമല്ലോ. അപ്പോൾ ട്രംപുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് നമ്മൾ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിയെന്നും പറഞ്ഞു. എന്നൊരു മൂപ്പര് വൈകുന്നേരത്തോടെ വിളിച്ചു തന്നെ. വൈകുന്നേരത്തോടെ വിളിച്ച് പറഞ്ഞു ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ സ്റ്റാലിനെ വിളിച്ചു. അപ്പോൾ എന്നെ പറയുന്ന കാര്യം കണ്ണാട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രശ്നമുണ്ട്, അപ്പോൾ ഒരാഴ്ച അങ്ങോട്ട് തള്ളി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മൂപ്പര് പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ട് പിന്നെ മൂപ്പര് തട്ടല്, അയ്യോ കണ്ണാട്ടം എവിടെയും വിളിച്ചാൽ ശരി, ഇനി അത്രയും സീരിയസ് ആയ സ്ഥിതിക്ക് നമ്മളെന്തായാലും മാറ്റി വയ്ക്കാൻ പറയാൻ പറഞ്ഞിട്ട് ഒരാഴ്ചനപ്പുറത്തേക്ക് ഈ സിനിമ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടപെട്ടിട്ട് ശരിയാക്കിയിട്ടുണ്ട്. 14-ാം തീയതി, ഇത് 9-ാം തീയതി, മറ്റത് 14-ാം തീയതി ജനുവരി എന്ന രീതിയിൽ ആക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഇടപാട് മാറും, ബാക്കി കാര്യങ്ങളൊക്കെ മുടയാകും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ച് നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശിവകാർത്തികേയൻ്റെ ഫാൻസും വിജയൻ്റെ ഫാൻസും തമ്മിൽ അടികൂടേണ്ട ഒരു കാര്യമില്ല, അതെല്ലാം നമ്മൾ സോൾവ് ആക്കിയിട്ടുണ്ട്. ശിവകാർത്തികേയൻ വിജയൻ്റെ ഫാനാണ്, പക്ഷേ ശിവകാർത്തികേയൻ പറഞ്ഞിട്ടൊന്നും ഇവർ കേൾക്കുന്നില്ല. കാരണം അത് കൂട്ടിച്ചേക്കനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, വളർന്നു വരുന്നേ ഉള്ളൂ. ഇപ്പോൾ DMK പറയണത് ഭരിക്കുന്ന പാർട്ടിയാണല്ലോ. അപ്പോൾ അവരുടെ കയ്യിലാണ് ഈ തിയേറ്റർ, തമിഴ്നാട്ടിലെ തിയേറ്റർ മുഴുവൻ അവരുടെ കയ്യിലാണ്. അപ്പോൾ ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ടെന്നൊക്കെ തീരുമാനിക്കുന്ന അവരാണ്. അപ്പോൾ അയാൾക്ക് സങ്കടമുണ്ട്, വലിയ വിഷമമുണ്ട് ശിവകാർത്തികന്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ കണ്ണാട്ടാ പറഞ്ഞ് ആകെ സങ്കടപ്പെട്ടു. അപ്പോൾ നീ വിഷമിക്കണ്ടോ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിജയാണൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീയായിട്ട് യാതൊരു ക്ലാഷും ഇല്ല. അപ്പോൾ നമ്മൾ വേണ്ട രീതിക്ക് ഡീൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മൂപ്പരെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇനി വരുന്ന പുതിയ കാര്യങ്ങൾ, ഗുഡ് ബൈ ഡഗ്ലിയുടെ കഥ മൂപ്പര് എന്നെ വിളിച്ച് പറഞ്ഞു, അജിത്ത് വിളിച്ചു, ആ റേസിന് പോവാണ് ഇറ്റലിയിൽ, എവിടെയാണ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കഥനെക്കുറിച്ച്, അപ്പോൾ സിനിമ കംപ്ലീറ്റ് ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് കാണിക്കാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്ഡേറ്റ് തരാം. പിന്നെ ജനനായകൻ്റെ കഥ ഓൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് വിനോദ്.
വിനോദ് നമ്മൾ പണ്ട് മുതലേ പരിചയമുള്ള ആൾക്കാരാണ്. നമ്മൾ ചതുരംഗ വേട്ട ഈ സമയത്ത് തന്നെ മൂപ്പര് നമ്മളായിട്ടും ബന്ധപ്പെട്ടിട്ട് എങ്ങനെ ആൾക്കാരെ പറ്റിക്കാം എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് ക്ലാസ്സൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ അടുത്താണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പുതിയ പുതിയ വാർത്തകൾക്ക് വേണ്ടി നമ്മളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നുകൂടെ. ഓക്കെ, താങ്ക് യു, നന്ദി.